+1 ഏകജാലക ഓൺലൈൻ അപേക്ഷ ഇന്നു മുതൽ ആരംഭിക്കുന്നു. വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട 20-ൽ പരം തീരുമാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അധ്യാപക സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. ഈ വർഷത്തെ സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം ജില്ലയിൽ നടത്തും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വരുന്ന അധ്യയന വർഷം വിദ്യാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മെയ് 4-ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാരായ പി രാജീവ്, എം പി രാജേഷ്, കെ രാധാകൃഷ്ണൻ, വി ശിവൻകുട്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിന്റെയും തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിന്റെയും തീരുമാനങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ കളക്ടർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അധ്യാപക സംഘടനാ ഭാരവാഹികൾ മുതലായവർ ഉൾപ്പെട്ട ബന്ധപ്പെട്ടവരുടെ യോഗം മെയ് 20-നകം ജില്ലാടിസ്ഥാനത്തിൽ ചേരുന്നതാണ്. മെയ് 27-ന് സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണം. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ശുചീകരണം പൂർത്തിയാക്കണം. PTA സ്റ്റാഫ് കൗൺസിൽ യോഗങ്ങൾ ചേരണം. സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് PCC നിർബന്ധമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് സ്കൂൾ തല യോഗങ്ങൾ നടത്തണം. സ്കൂൾ പരിസരത്തെ കടകൾ ലഹരി മുക്തമാണെന്ന് ജാഗ്രതാ സമിതി ഉറപ്പാക്കണം. സ്കൂൾ തുറന്നാൽ ക്ലാസ്സിൽ വൈകി എത്തുന്ന കുട്ടികളുടെ വിവരം രക്ഷിതാക്കളെ അറിയിക്കണം. സ്കൂൾ കുട്ടികളുടെ പഠന സമയത്ത് PTA സ്റ്റാഫ് കൗൺസിലടക്കം ഒരു യോഗവും നടത്താൻ പാടില്ല. വിദ്യാലയങ്ങളിൽ അപകടകരമായ ഇലക്ട്രിക് ലൈനുകളും മരങ്ങളും ഇല്ലെന്ന് ഉറപ്പാക്കണം. മെയ് 25-നും 30-നും ഇടയിൽ ബന്ധപ്പെട്ട AEO അല്ലെങ്കിൽ DEOമാർ വിദ്യാലയങ്ങൾ സന്ദർശിക്കും. പ്രവേശനോത്സവ ഗാനം സ്ഥിരമായി ഒരാളുടേതാകുന്നു എന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ പരസ്യം നൽകി സ്വീകരിക്കാൻ തീരുമാനിച്ചു. SSLC മൂല്യനിർണ്ണയത്തിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന പേപ്പർ മിനിമം പരിഷ്കാരം സംബന്ധിച്ച് സംഘടനകൾക്ക് നിർദ്ദേശം മെയ് 20-നകം എഴുതി നൽകാവുന്നതാണ്. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ജൂൺ മാസം 4 ദിവസത്തെ പരിശീലനം നൽകും. ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നടണം. ST വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്താൻ പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകരെയും പരിശീലനത്തിൽ പങ്കെടുക്കണമെന്ന ആവശ്യം മന്ത്രി അംഗീകരിച്ചു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 2ാം ഭാഗം സർക്കാരിന്റെ പരിഗണനയിലാണെന്നും ഉടൻ പുറത്തുവിടുമെന്നും മന്ത്രി പറഞ്ഞു. 5 വർഷമായി മുടങ്ങിക്കിടക്കുന്ന LSS USS സ്കോളർഷിപ്പുകൾക്ക് 30 കോടി അനുവദിച്ചിട്ടുണ്ടെന്നും ഉടൻ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങൾ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുമ്പ് നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.